പശ്ചിമേഷ്യൻ സമാധാനം ഇപ്പോൾ തുലാസിലാണെന്ന് പറയേണ്ടി വരും. എന്തിന് പശ്ചിമേഷ്യയെ മാത്രം പറയുന്നു? ഫെബ്രുവരി 28-ന് ഇറാനിൽ അമേരിക്കയും ഇസ്രയേലും നടത്തിയ വ്യോമാക്രമണത്തോടെ ലോകത്തിന്റെ സമാധാനവും സാമ്പത്തിക സ്ഥിരതയും വരെ നഷ്ടമായി എന്നതാണ് വാസ്തവം. ഇപ്പോൾ ഒരു യുദ്ധം കാരണം ഒട്ടും ഉറക്കമില്ലാതായത് പാകിസ്ഥാനാണ്. അതിന് കാരണം വേറെ ആരുമല്ല, സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. പശ്ചിമേഷ്യൻ സമാധാന ചർച്ചകളുടെ ഭാഗമായി പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കണമെന്ന കടുത്ത വാശിയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായുള്ള ഭാവി സമാധാന കരാറുകളുടെ നിർബന്ധിത ഭാഗമായി ഇസ്രയേൽ ഉൾപ്പെടുന്ന വിശാലമായ ഈ സഖ്യത്തെ മാറ്റണമെന്നാണ് ട്രംപിന്റെ കർശന നിലപാട്. ഈ ചരിത്രപരമായ കൂട്ടായ്മയിൽ പങ്കാളികളാകാൻ തയ്യാറാകാത്ത രാജ്യങ്ങൾ ഭാവിയിലെ വൻ സാമ്പത്തിക സമാധാന കരാറുകളുടെ ഭാഗമാകില്ല എന്നും ട്രംപ് ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ട്രംപിന്റെ ഈ ഇസ്രയേൽ സ്നേഹത്തിൽ പാകിസ്ഥാന്റെ നിലപാട് എന്താണ്? നമുക്ക് പരിശോധിക്കാം. ഞാൻ അമ്മു. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയായിരുന്നു പശ്ചിമേഷ്യൻ സമാധാനത്തിനായി രാജ്യാന്തര തലത്തിൽ നിർബന്ധമായും നടപ്പിലാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ട്രംപ് വ്യക്തമാക്കിയത്. വളരെ സങ്കീർണമായ ഒരു വലിയ പസിലിനാണ് അമേരിക്ക രൂപം നൽകിയിരിക്കുന്നതെന്നും സൗദി അറേബ്യ, ഖത്തർ, പാകിസ്ഥാൻ, തുർക്കി, ഈജിപ്ത്, ജോർദാൻ എന്നീ രാജ്യങ്ങൾ ഇസ്രയേലുമായി ഔദ്യോഗികമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതിൽ സൗദി അറേബ്യയും ഖത്തറും ഉടൻ തന്നെ കരാറിൽ ഒപ്പുവെക്കണമെന്നാണ് ട്രംപിന്റെ ആഗ്രഹവും. അമേരിക്കയുമായി അന്തിമ സമാധാന ധാരണയിൽ എത്തിയാൽ ഭാവിയിൽ ഇറാന് പോലും ഈ സഖ്യത്തിന്റെ ഭാഗമാകാമെന്നും ഈ ആഗോള കൂട്ടായ്മ മിഡിൽ ഈസ്റ്റിനെ വലിയ സാമ്പത്തിക സാമൂഹിക മുന്നേറ്റത്തിലേക്ക് നയിക്കുമെന്നുമാണ് ട്രംപ് പറയുന്നത്. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ 2020 ആരംഭിച്ച ഈ അബ്രഹാം ഉടമ്പടി ഫലസ്തീൻ വിഷയം പരിഹരിക്കുന്നതിന് മുൻപ് തന്നെ ഇസ്രയേലുമായി വ്യാപാര സുരക്ഷാ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ അറബ് രാജ്യങ്ങൾക്ക് വഴി തുറന്ന ഒന്നാണ്. അറബ് രാജ്യങ്ങളും ഇസ്രയേലും തമ്മിലുള്ള നയതന്ത്ര ബന്ധം പൂർണ്ണമായി പുനഃസ്ഥാപിക്കുന്നതിനായി ഒപ്പുവെച്ച ചരിത്രപരമായ കരാറുകളാണ് അബ്രഹാം ഉടമ്പടി. ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് 2020 അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഈ കരാർ ഒപ്പുവെക്കുന്നത്. ട്രംപിന്റെ മരുമകൻ ജരഡ് കുഷ്ണർ ആയിരുന്നു ഈ നീക്കങ്ങൾക്ക് പിന്നിലെന്ന് പ്രവർത്തിച്ചത്. ഈ ഉടമ്പടിയുടെ ഭാഗമായി UAE, ബഹ്റിൻ, മൊറോക്കോ, സുഡാൻ എന്നീ രാജ്യങ്ങൾ ഇസ്രയേലുമായി ഔദ്യോഗികമായി നയതന്ത്ര വ്യാപാര ബന്ധങ്ങൾ ആരംഭിച്ചു. ഇസ്രയേലിനെ ഒരു രാജ്യമായി അംഗീകരിക്കാതെയിരുന്ന അറബ് ലോകത്ത് വലിയൊരു മാറ്റത്തിനാണ് ഈ കരാർ അന്ന് തുടക്കമിട്ടത്. ഇതിൽ UAEയുമായുള്ള കരാറാണ് ഇസ്രയേലിന് അന്ന് ഏറ്റവും വലിയ നയതന്ത്ര നേട്ടമുണ്ടാക്കി കൊടുത്തത്. നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിനെ തുടർന്ന് UAEയിൽ 2021 ബഹ്റിനിൽ 2023 ഇസ്രയേൽ തങ്ങളുടെ എംബസികൾ തുറന്നിരുന്നു. അതിനാൽ സൗദി അറേബ്യ, ഖത്തർ, പാകിസ്ഥാൻ, ഈജിപ്ത്, ജോർദാൻ, തുർക്കി തുടങ്ങിയ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ കൂടി ഈ ഉടമ്പടിയിൽ ഒപ്പുവെക്കണമെന്നും ഇസ്രയേലിനെ അംഗീകരിക്കണമെന്നുമാണ് ട്രംപ് ഇവിടെ നിർബന്ധം പിടിക്കുന്നത്. എന്നാൽ അതത്ര എളുപ്പമല്ല. ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന വലിയ തോതിലുള്ള സൈനിക ആക്രമണങ്ങൾ കാരണം ഈ മുസ്ലിം രാജ്യങ്ങളിലെ ജനങ്ങൾക്കിടയിൽ ഇസ്രയേലിനോടുള്ള അമർഷവും അവിശ്വാസവും ഇപ്പോഴും ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ട്രംപിന്റെ പുതിയ നീക്കത്തിന് അനുകൂലമായ ഒരു പ്രതികരണം ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. അതിനാൽ തന്നെ അമേരിക്കയുടെ വൻ സമ്മർദ്ദത്തിന് വഴങ്ങില്ല എന്ന് പാകിസ്ഥാൻ വളരെ വ്യക്തമായി മറുപടി നൽകി എന്നതാണ് ഇവിടെ ശ്രദ്ധ നേടിയ കാര്യവും. ഇസ്രയേലിനോടുള്ള രാജ്യത്തിന്റെ ദീർഘകാല നയങ്ങളിൽ യാതൊരു മാറ്റവുമില്ല എന്ന് ഇസ്ലാമാബാദ് വ്യക്തമാക്കിയിരിക്കുകയാണ്. അത്തരം ആവശ്യങ്ങൾക്ക് വഴങ്ങാൻ തങ്ങൾക്ക് യാതൊരു നിർബന്ധവുമില്ല എന്നും സ്വതന്ത്രമായ ഒരു പലസ്തീൻ രാജ്യം യാഥാർത്ഥ്യമാകുന്നത് വരെ ഇസ്രയേലിനെ അംഗീകരിക്കില്ല എന്ന നിലപാടിലുമാണ് പാകിസ്ഥാൻ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഒരു ദിവസം പോലും വിശ്വസിക്കാൻ കൊള്ളാത്തവരുമായി തങ്ങൾ എങ്ങനെ ചർച്ചയ്ക്കിരിക്കുമെന്നായിരുന്നു ട്രംപിന്റെ ഈ നിർദ്ദേശത്തിനോട് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ചോദിച്ച ചോദ്യം. കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായി 1967 അതിർത്തികൾ അടിസ്ഥാനമാക്കി സ്വതന്ത്ര പലസ്തീൻ രാജ്യം നിലവിൽ വരാതെ ഇസ്രയേലുമായി യാതൊരു വിട്ടുവീഴ്ചയ്ക്കുമില്ലെന്ന് ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ് ദാറും വ്യക്തമാക്കിയിരുന്നു. നിലവിൽ ഇറാനും അമേരിക്കയും തമ്മിൽ നടക്കുന്ന ചർച്ചകൾക്ക് പാകിസ്ഥാൻ മധ്യസ്ഥത വഹിച്ചു വരികയാണ് എന്നതാണ് ഇവിടെ അവരുടെ നിലപാടും ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇനി പാകിസ്ഥാൻ സമ്മർദ്ദ ഫലമായി ഈ കരാറിനോടൊപ്പം പോകാമെന്ന് കരുതിയാലും അതെങ്ങനെ ആ രാജ്യത്തെ ബാധിക്കുമെന്നുകൂടി ഒന്ന് പരിശോധിക്കാം. പാകിസ്ഥാൻ ഈ ഉടമ്പടിയുടെ ഭാഗമാകാൻ തീരുമാനിച്ചാൽ നയതന്ത്രപരമായ തീരുമാനങ്ങൾക്കപ്പുറം വലിയൊരു സാങ്കേതിക പ്രതിസന്ധി രാജ്യത്തിന്റെ പാസ്പോർട്ട് സംവിധാനത്തിൽ വരെ ഉണ്ടാകും. നിലവിൽ പാകിസ്ഥാൻ പൗരന്മാരുടെ പാസ്പോർട്ടിൽ ഇസ്രയേൽ ഒഴികെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലേക്കും ഈ പാസ്പോർട്ടിന് സാധുതയുണ്ട് എന്ന് പ്രത്യേകം അച്ചടിച്ചിട്ടുണ്ട്. ഇസ്രയേലുമായി ഔദ്യോഗികമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചാൽ ഈ നിയമപരമായ വാചകം പാസ്പോർട്ടിൽ നിന്ന് മാറ്റേണ്ടി വരും.
ഒരു രാജ്യത്തെ ഔദ്യോഗികമായി അംഗീകരിക്കുകയും അതേസമയം അവിടേക്ക് സ്വന്തം പൗരന്മാർ യാത്ര ചെയ്യുന്നത് പാസ്പോർട്ട് വഴി നിരോധിക്കുകയും ചെയ്യുന്നത് വലിയ നിയമപരമായ പ്രശ്നങ്ങൾക്ക് കാരണമാകാം. മുൻപ് ബംഗ്ലാദേശ് തങ്ങളുടെ ആധുനിക പാസ്പോർട്ടുകൾ പുറത്തിറക്കിയപ്പോൾ സമാനമായ രീതിയിൽ ഇസ്രയേൽ വിരുദ്ധ വാചകം ഒഴിവാക്കിയിരുന്നു. ചുരുക്കത്തിൽ എബ്രഹാം ഉടമ്പടിയിൽ ചേരുക എന്നത് പാകിസ്ഥാന്റെ വിദേശ നയത്തെ മാത്രമല്ല, രാജ്യത്തിന്റെ അടിസ്ഥാന പാസ്പോർട്ട് നിയമങ്ങളെപ്പോലും തിരുത്തി എഴുതേണ്ടി വരുന്ന വലിയൊരു കടമ്പയാണ് എന്നതാണ് വാസ്തവം. ഇനിയിപ്പോൾ രാജ്യത്തിന്റെ സാമ്പത്തിക നില കാരണം പാകിസ്ഥാൻ അമേരിക്കയെ അനുസരിക്കേണ്ടി വന്നാൽ അത് പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ വരെ മാറ്റിയെഴുതാൻ സാധിക്കുമെന്നതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം.